കട്ടപ്പന വെള്ളയാംകുടി മ്ലാങ്കണ്ടം തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയതായി പരാതി. രാവിലെ മുതൽ തോട്ടിലെ ജലത്തിൽ നിന്ന് വലിയ തോതിൽ ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് ജലത്തിൽ നിറവ്യത്യാസം കണ്ടത്. മുൻപും സമാനമായ രീതിയിൽ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ടെന്നും നഗരസഭയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കട്ടപ്പന വെള്ളയാംകുടി മന്തിക്കാനം ഭാഗത്തുകൂടി ഒഴുകുന്ന നിർമ്മല സിറ്റി മ്ലാങ്കണ്ടം തോട്ടിലാണ് ശുചിമുറി മാലിന്യം തള്ളിയെന്ന പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. പുലർച്ചെ മുതൽ മേഖലയിൽ വലിയ ദുർഗന്ധമാണ് വമിച്ചിരുന്നത്. നാട്ടുകാർ ചേർന്ന് പരിശോധിക്കുമ്പോഴാണ് തോട്ടിലെ ജലത്തിന് നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് തോട്ടിലെ ജലത്തിൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ സ്ഥിരീകരിച്ചു. മുൻപും സമാനമായ രീതിയിൽ തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതേ പ്രവണത തുടരുന്നത് പ്രതിഷേധത്തിനും കാരണമാവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊങ്ങിണിപ്പടവ് മ്ലാങ്കണ്ടം തോടിനരികിലാണ്. ഇതിന് ഏകദേശം രാവിലെ ഒരു 9 മണിയോടുകൂടി മോഡയിൽ നിന്ന് എന്തോ കലങ്ങി വരുന്നത് കാണപ്പെട്ടു. അതിനുശേഷം വളരെയധികം സ്മെല്ലും അനുഭവപ്പെട്ടു. ഇത് തീർച്ചയായിട്ടും മോളിൽ ആരോ കക്കൂസ് മാലിന്യം സെപ്റ്റി ടാങ്ക് എന്തോ തുറന്നു വിട്ട മാതിരിയുണ്ട്. ഇപ്പോൾ കൂടി ഏറെക്കുറെ രാവിലെ 9 മണിക്ക് ശേഷം ഇതുവരേക്കും സ്മെല്ല് മാറിയിട്ടില്ല. ഈ നിങ്ങൾക്ക് ഈ കാണുന്ന തോടിൻ്റെ 2 സൈഡിലും കുടിവെള്ള സ്രോതസ്സുകൾ ഉള്ള ഒരു 3-4 പേരുടെ കിണറുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിലാണ് കുട്ടികൾ കുളിക്കുന്നതും വസ്ത്രം കഴുകുന്നതും ഒക്കെ. ഇതിനു മുമ്പ് ഇതുപോലുള്ള പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ അധികൃതർ ഒരു ആക്ഷൻ എടുക്കണമെന്ന്. ആളൊഴിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് രാത്രിയുടെ മറവ് പറ്റിയാണ് സാമൂഹ്യ വിരുദ്ധർ തോട്ടിലേക്ക് മാലിന്യം തള്ളുന്നത്. തോടിന് സമീപം നിരവധിയായ കുടിവെള്ള സ്രോതസ്സുകളുമുണ്ട്. അതോടൊപ്പം നിരവധി ആളുകൾ കുളിക്കുന്നതിനും മറ്റും തോട്ടിലെ ജലം ഉപയോഗിക്കുന്നുമുണ്ട്. സമാനമായി 2 മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയാറ്റിലേക്കും ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിശോധനയോ ശ്രദ്ധയോ കാണിക്കുന്നില്ല എന്നും ഇത്തരത്തിലെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു.